നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. വ്യാഴം രാശി മാറുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ? 2024 മെയ് 1 മേടം രാശിയിൽ നിന്നും വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. മെയ് 2 മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലങ്ങൾ. ഗ്രഹങ്ങൾ ഓരോ രാശി മാറുമ്പോൾ അതുവരെ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് അതിന് പരിഹാരമുണ്ടാവുകയും നല്ല കാലമായി തീരുകയും ചെയ്യുന്നു. നല്ല സമയം ആയിരുന്നവർക്ക് മോശം സമയം ആയി മാറാനും സാധ്യതയുണ്ട്. വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. അതായത് ഒരു വർഷം കഴിഞ്ഞാണ് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുക. 12 രാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്തിനെയാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. 2024 മെയ് 1 മേടം രാശിയിൽ നിന്നും വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. മെയ് 2 മുതൽ ഒരു വർഷത്തേക്ക് ഉള്ള ഫലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഇടത്ത് വ്യാഴഗ്രഹത്തിന് അർച്ചന നടത്തുകയും മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനും ദക്ഷിണാമൂർത്തിക്കും വഴിപാടുകൾ ചെയ്യുന്നതും മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നതും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതും എല്ലാം വ്യാഴഗ്രഹദോഷ പരിഹാരമാണ്. മേടം അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. വ്യാഴം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സാമ്പത്തിക പുരോഗതിയും പഠന പുരോഗതിയും പരീക്ഷയിൽ ഉന്നത വിജയവും ഉപരിപഠനത്തിനുള്ള അവസരവും ഉണ്ടാകും. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും അധ്യാപകർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ശമ്പള വർധന, ബിസിനസ്സിൽ ലാഭം എന്നിവ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇടവം കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. 12 സഞ്ചരിച്ചിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരുന്നത് അല്പം ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ അലച്ചിലുകൾ വർദ്ധിക്കുകയും ചെയ്യും. കുടുംബജീവിതം സന്തോഷകരമാകും. അനാവശ്യ ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കും. മക്കൾ മൂലം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകും. മാത്രമല്ല അവരെക്കൊണ്ട് ചില സന്തോഷങ്ങൾക്കും സാധ്യതയുണ്ട്. അവിവാഹിതരുടെ വിവാഹം നടക്കും. മിഥുനം മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. 11 നിന്ന് 12 മാറുന്ന വ്യാഴം ചിലവുകളും ദുരിതങ്ങളും വർദ്ധിപ്പിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നോക്കുക. പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല. മക്കൾക്കു വേണ്ടിയുള്ള ചിലവുകളും ആവശ്യങ്ങളും വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. കർക്കിടകം പുണർദം കാൽഭാഗം, പൂയം, ആയില്യം. വ്യാഴം 11 സഞ്ചരിക്കുന്ന കാലം കഴിഞ്ഞ 12 വർഷത്തിലേക്കും വെച്ച് ഏറ്റവും ഉത്തമമായുള്ളതാണ്. ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ കഴിയും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താനഭാഗ്യത്തിനും അനുകൂലമായ കാലമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് വിജയിക്കും. ചിങ്ങം മകം, പൂരം, ഉത്രം കാൽഭാഗം. ഭാഗ്യസ്ഥലത്തു നിന്ന് കർമ്മസ്ഥാനത്തേക്ക് മാറുന്ന വ്യാഴം തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാം. നിലവിലെ ജോലി മാറാതിരിക്കുന്നതാണ് ഉത്തമം. സാമ്പത്തിക ഞെരുക്കത്തിന് സാധ്യതയുണ്ട്. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും തീർത്ഥയാത്ര നടത്തുന്നതും ദോഷങ്ങൾക്ക് പരിഹാരമാകും. കന്നി ഉത്രം, അത്തം, ചിത്തിര ആദ്യ പകുതി. ദുരിതഭാവത്തിൽ നിന്ന് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുമ്പോൾ സാമ്പത്തികമായി നേട്ടങ്ങളും സന്താനഭാഗ്യവും പ്രതീക്ഷിക്കാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കും. മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. തുലാം ചിത്തിര ആദ്യ പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. 7ാം ഭാവത്തിൽ നിന്നും 8 പോകുന്ന വ്യാഴം കഷ്ടകാലത്തിൻ്റെ സൂചനയാണ്. ദൈവാധീനം ഏറ്റവും കുറഞ്ഞ കാലമാണിത്. സാമ്പത്തിക നഷ്ടവും ബാധ്യതകളും വന്നു ചേരാം. അപകട സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. പുതിയ കാര്യങ്ങൾ ഒന്നും തുടങ്ങാതിരിക്കുക. പ്രാർത്ഥനകളും വഴിപാടുകളും ദാനധർമ്മങ്ങളും നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാകും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം. വൃശ്ചികം വിശാഖം കാൽഭാഗം, അനിഴം
തൃക്കേട്ട. 6-ലെ വ്യാഴം 7-ലേക്ക് വരുന്നത് വളരെ നല്ലതാണ്. കുടുംബജീവിതം സന്തോഷകരമാകും. അവിവാഹിതരുടെ വിവാഹം നടക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമാകും. തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. പുതിയ പല അവസരങ്ങളും ലഭിക്കും. ഈശ്വരാധീനമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും. ധനു. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. 5-ലെ വ്യാഴം 6-ലേക്ക് സഞ്ചരിക്കുന്നത് മൂലം പല കാര്യങ്ങളും മന്ദഗതിയിൽ ആകും. സാമ്പത്തിക ഞെരുക്കത്തിനും ഇടയുണ്ട്. പൊതുവേ ദൈവാധീനം കുറഞ്ഞ കാലമായതുകൊണ്ട് ഒരു കാര്യത്തിന് തന്നെ പലവട്ടം പരിശ്രമിക്കേണ്ടതായി വരാം. മക്കളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകളും മറ്റും നടത്തുന്നത് ദോഷപരിഹാരമാണ്. മകരം. ഉത്രാടം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. 4-ൽ നിന്ന് വ്യാഴം 5-ലേക്ക് മാറുമ്പോൾ സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവുമാണ് ഉണ്ടാകുക. കുട്ടികളില്ലാത്തവർക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാനാകും. പരീക്ഷയിൽ മികച്ച വിജയം നേടും. എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ദൈവാധീനമുള്ള കാലമാണ്. ബന്ധുക്കളുടെ സഹായം ലഭിക്കുകയും ചെയ്യും. കുംഭം. അവിട്ടം, ചതയം, പുരുരുട്ടാതി. 3-ൽ നിന്ന് 4-ലേക്ക് വ്യാഴം മാറുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. പുതിയ വീട് സ്വന്തമാക്കാൻ സാധിക്കും. ആഗ്രഹിച്ച വാഹനം വാങ്ങാൻ കഴിയും. യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകും. പൊതുവെ ദൈവാധീനമുള്ള കാലമാണ്. ധനപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മീനം. പുരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. 2-ൽ നിന്ന് വ്യാഴം 3-ലേക്ക് പോകുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾക്കും ചില ദുഃഖങ്ങൾക്കും എല്ലാം കാരണമാകും. ഒരു വർഷം ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ്. പുതിയ സംരംഭങ്ങൾക്കൊന്നും ഈ സമയം അനുകൂലമല്ല. വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്.